ചില ദിവസങ്ങളിൽ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുമ്പം ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയി കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളതാണ്. അമ്മമ്മ രാവിലെ ആലപ്പടമ്പ് ഒരു അമ്പലത്തിൽ പോയി ഇപ്പോൾ ഇതാ വൈകുന്നേരം വന്നതേ ഉള്ളൂ. വന്നാട് എനിക്ക് നെറ്റിയിലെല്ലാം കുറിയെല്ലാം വെച്ച് വന്നു. അപ്പം ഞാനും കുഞ്ഞാവിയും ഏച്ചുമാരും കൂടി നമ്മളെ നാട്ടിൽ തന്നെയില്ലേ ഈയക്കാട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ത്രിതുവിൻ്റെ കുരുത്തക്കേടിനൊന്നും ഒരു കുറവുമില്ല കേട്ടാ, കുരുത്തക്കേട് കൂടിയിട്ടേ ഇല്ലു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നേരെ ഈയക്കാട് അമ്പലത്തിലേക്ക് നടന്നു. നമ്മളെ വീടിനടുത്ത് തന്നെയാണ്. ഈ ഒരു വഴിയിലേ നടക്കാൻ തന്നെ വേറെ തന്നെ ഒരു രസമാണ്. മഴക്കാലം വന്നാൽ ഈ കണ്ടത്തിലെല്ലാം വെള്ളം നിറയും. ആ സമയത്ത് നല്ല രസമാണ് കാണാൻ. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഓരോ വർത്താനെല്ലാം പറഞ്ഞ് അമ്പലത്തിലേക്ക് എത്താൻ കുറേ വൈകിട്ടുണ്ടായിരുന്നു. ഈ ഒരു വഴിയിലെല്ലാം ഞാനിങ്ങനെ നടന്നു പോയി കുറേ ആയിട്ടാ. പണ്ട് ഞാനും കുഞ്ഞാവി അമ്മേരെ കൈ പിടിച്ച് ഇതുവഴി കുറേ നടന്നിട്ടുണ്ട്. അമ്മേരെ വീട് ഈ ഒരു ഈയക്കാട് അമ്പലത്തിൻ്റെ ഇപ്പുറം തന്നെയാണ്. പിന്നെ കുറച്ച് വർഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു 5ാം ക്ലാസ്സിലെല്ലാം ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു ആ വീട് മാറ്റി നേരെ ചന്തേരിലോട്ടേക്ക് മാറിയത്. പിന്നെ നമ്മ ഈ വഴി വരുന്നത് കുറഞ്ഞു. അമ്പലത്തിലേക്ക് വരാനാണെങ്കിലും വണ്ടിയിലെയാണ് പോലെ ഈ വഴി വരുന്നത് കുറവാണ്. അങ്ങനെ നമ്മ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പലത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു മഞ്ഞപ്പൂ കണ്ടിട്ട് ഞാനും കാവ്യേച്ചും കുറച്ചൊരാടെ നിന്ന് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു. അമ്പലത്തിൽ വിളക്കെല്ലാം നേരത്തെ കത്തിച്ചിട്ടുണ്ടായിനി. നമ്മ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കുള്ളിലേക്ക് തൊഴാൻ വേണ്ടി കയറാം, കുറച്ച് നേരം നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്പലപ്പറമ്പിൽ തന്നെ കുറച്ച് നേരം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് മെല്ലെ കുറച്ച് കഴിഞ്ഞ് സമാധാനത്തിലാണ് നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടായത്. അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ടാകുമ്പോഴേക്കന്നെ പകുതിയും സമാധാനമായിട്ടുണ്ടായിനി. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് പൂവാണ്. അധികം ആളും പറയും നമ്മൾ പ്രാർത്ഥന ദൈവം കേട്ടാലാണ് ഈ ഒരു വെള്ളപ്പൂ കിട്ടൽ എന്നുള്ളത്. അപ്പം എനിക്കത് കിട്ടിയിട്ടുണ്ടായിന്. അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ ആടുന്ന് നേരം അപ്പുറത്തെ അമ്പലത്തിലേക്കും കൂടി പോയി ആടെന്നും പ്രാർത്ഥിച്ച് കുറച്ച് നേരം അമ്പലപ്പറമ്പിൽ തന്നെ ഇരുന്നു. നമുക്ക് മെല്ലെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അമ്പലത്തിലിരുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്